ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ അത് അന്നേരം ചെറിയ തെറ്റുകളായിരിക്കും. പക്ഷേ പിന്നീട് നമ്മളത് നോക്കുമ്പോൾ ആ ഒരു തെറ്റ് നമ്മുടെ ജീവിതം എത്രത്തോളം മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാകും. അറിയുമോ? ഇന്നത്തെ വീഡിയോ ഓരോ പെൺകുട്ടികളും ഒരിക്കലെങ്കിലും കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട സത്യങ്ങളുണ്ട്. റൈറ്റ്? ഹായ്, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുള്ള ചില ഡിസിഷൻസ് അത് നമ്മളെ തന്നെ വേദനിപ്പിക്കാറുണ്ട്, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെൺകുട്ടികൾ ജീവിതത്തിൽ ചെയ്യുന്ന 7 വലിയ തെറ്റുകളെ കുറിച്ചാണ്. യെസ് ഗായ്സ്, 7 വലിയ തെറ്റുകൾ. ഇതാരും കുറ്റപ്പെടുത്താനൊന്നുമല്ല, പക്ഷേ ഇത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ശത്രു ആരാണെന്ന് അറിയുമോ? യെസ്, നമ്മൾ കണ്ണും പൊട്ടി മറ്റൊരാളെ വിശ്വസിക്കും. അതെത്രയോ വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയോ? കറക്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാൾ വിശ്വസിക്കും, അവർ പറയുന്ന എല്ലാം വിശ്വസിക്കും, 100% വിശ്വസിക്കും. പക്ഷേങ്കിൽ അവർ നമ്മളെപ്പോലെ സത്യസന്ധരാണോ? നമ്മളെപ്പോലെ എല്ലാ കാര്യങ്ങളും അവർ ഓപ്പൺ ആവുന്നുണ്ടോ? അവർ നമ്മളെ ഒരു മിത്രമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ട്രീറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ എങ്കിൽ അതിൽ സത്യമുണ്ടോ? നമ്മളെല്ലാവരും ഒരു കാലത്ത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, ഒരിക്കലും. കാരണം നമ്മളെപ്പോലെയല്ല വേറൊരാൾ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നമ്മൾ അത്രയും സങ്കടത്തോടെ ഒരാളോട് ചെന്ന് നമ്മൾ ആ ഒരു എത്രയും വിശ്വാസത്തോടെ നമ്മളോട് ഒരാളോട് പോയിട്ട് പറയണം, അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റി, അയ്യോ എനിക്ക് അത്രയും സങ്കടമാണ്. പക്ഷെ അയാൾ അന്നേരം നമ്മൾ പോട്ടെ സാരില്ല, ഓക്കെ. ചില ആൾ അത് നേരെ വേറൊരാളോട് പറയും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, അവരെന്താ ഉള്ളിൽ സന്തോഷം, അങ്ങനെ തന്നെ കിട്ടണം, എന്നെ അങ്ങനെ ആക്കിയതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്നെക്കാളും ഉയരത്തിൽ നീ അങ്ങനെ എത്തണ്ട എന്നൊരു ഭാവം എല്ലാ ആൾക്കാർക്കും. പക്ഷെ നമ്മളത് അറിയണമെന്നില്ല, കാരണം നമ്മളെ മനോഭാവം അല്ല മറ്റുള്ളവർക്ക്. സോ അതാദ്യം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്, തെറ്റാണ് മറ്റുള്ളവരെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യൂ, പക്ഷെ ഒരിക്കലും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് കണ്ണും പൂട്ടി നമ്മൾ ഒരാളെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വിശ്വസിക്കാൻ പാടില്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ ഇപ്പോൾ ഭൂരിഭാഗം ഗേൾസ് ചെയ്യുന്നത്, സ്വന്തം സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മളെ പാർട്ട്നേഴ്സിന് വേണ്ടി, നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, നമ്മളെ ബന്ധുമിത്രാദികൾ വേണ്ടി, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പോലും അവരവരുടെ സ്വന്തം സ്വപ്നങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഓരോ പെൺകുട്ടികൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ നമ്മൾ അവരുടെ ഉള്ളിൽ തന്നെ വെച്ച് മറ്റുള്ളവർക്ക് ജീവിക്കണം. അത് ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ പറയും. കാരണം എന്താണെന്ന് അറിയുമോ? അതിൽ നമ്മുടെ ജീവിതം എവിടെയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം എവിടെയാണ്? അതാലോചിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്, അവരെന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവർ നമുക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നുണ്ടാവും? നമ്മുടെ പാരൻസ് ജീവിക്കുന്നു, പാർട്ട്നേഴ്സ് ജീവിക്കുന്നു, ഫ്രണ്ട്സ്, ഓക്കെ, ശരിയാണ്. പക്ഷേങ്കിൽ അവരൊരിക്കലും അവരുടെ സ്വപ്നങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ, അവരെങ്ങനെയും മുന്നിലേക്ക് എത്തണം, ജോലി നടത്താക്കണം, അങ്ങനെ മുന്നിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലാതെ നമ്മളോട് എപ്പോഴെങ്കിലും വന്നിട്ട് പറഞ്ഞിരുന്നു. ഇനി ഒരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ എല്ലാ ഗേൾസും ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻ്റ് ആയ പറയും, ഇപ്പോൾ ശരീരം അനങ്ങാൻ പാടില്ല, സൂക്ഷിക്കണം, എനിക്ക് കുട്ടികളായിക്കോട്ടെ, കുട്ടികളായി കഴിഞ്ഞാൽ അയ്യോ കുട്ടികളെ നോക്കണം, കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കണം, പാൽ കൊടുക്കണം, അവരെല്ലാ കാര്യങ്ങളും നോക്കണം. അത് കഴിഞ്ഞാൽ നീ നിന്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയിക്കോ. കുട്ടിക്ക് 1 വയസ്സായി കഴിഞ്ഞാലോ, അയ്യോ എനിക്കൊന്നും പറ്റത്തില്ല, അവരെ നോക്കാം, അവരെ നീ തന്നെ നോക്കണം, പിന്നെ അമ്മയല്ലാണ്ട് ആരും നോക്കുക. കഴിഞ്ഞില്ലേ? അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയായി, ഭർത്താവിന് വേണ്ടിയായി, കുടുംബക്കാർക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കണം. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും സെക്കൻഡറി ആക്കാൻ പാടില്ല, അത് പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കണം. നമ്മളെ ലൈഫാണോ, നമ്മളല്ലേ ജീവിക്കേണ്ടത്. മൂന്നാമത്തെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തമല്ല നമ്മൾ അറിയാതെ പോകുന്നത്. ശരിയല്ലേ? ശരിയാണ്, കറക്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗേൾസ് ഇപ്പോൾ കല്യാണം, ഫോർ എക്സാമ്പിൾ അറിയാം, കല്യാണമൊക്കെ കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് അടിക്കും, എന്താ പറയുക, റെസ്പെക്റ്റ് കൊടുക്കത്തില്ല. എല്ലാ ആൾക്കാരും മുന്നിൽ അവളെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രയും താഴുക അല്ലേ? താഴ്ത്തിപ്പെടില്ലേ? അവരെ ഫ്രണ്ട്സിനും അവൾ ഹൗസ് വൈഫാണ്, അവർക്ക് എന്താണ് അവിടെ വെച്ച് കൊണ്ടു കൊടുക്കുന്നത്, അത് തന്നെ വേണം. അവളെ കൊണ്ടൊന്നും എടുക്കൂല, ഓളെ കൊണ്ടെന്തിനാ പറയും, അവളോട് എന്തിനാ ചോദിക്കുന്ന ഡിസിഷൻസ്? ഇതിൽ ഞാനില്ലേ, അവളുടെ ഡിസിഷൻ എന്താ പൊട്ട ഡിസിഷനായിരിക്കും, അവൾ അതിനൊന്നും ആയിട്ടില്ല, എൻ്റെ ഡിസിഷനാണ് ഇവിടെ മുഖ്യം എന്നൊക്കെ പറയുന്നത് പല ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തന്നെ പല പാരൻസും ഉണ്ട്, ഞങ്ങൾക്ക് ചെറുതാണ്, അവളുടെ ഡിസിഷനൊന്നും എടുക്കാനായിട്ടില്ല, അവളുടെ ഡിസിഷൻ ഇവിടെ ആരും വേണ്ട, ഞാനുണ്ട്, അല്ലെ ഞങ്ങളുണ്ട് ഇവിടെ അവളെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറയുന്ന പാരൻസും. ശരിയല്ലേ? പക്ഷെ നമ്മളെന്താ, അവിടെ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല, നമ്മൾക്ക് കെയറിങ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ എന്നാലും അവിടെ തന്നെ പിടിച്ചു നിൽക്കും. കാരണം അവർ നമ്മളെന്തോ ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളവിടെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലേ?
അവരെത്ര ഉപദ്രവിച്ചാലും നമുക്ക് കുഴപ്പമില്ല, അവർക്ക് സ്നേഹമില്ലെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് സ്നേഹമുണ്ടല്ലോ, എനിക്ക് അവർ സ്നേഹമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരായിരിക്കും റെസ്പെക്റ്റ് പോലും നഷ്ടപ്പെട്ട് എന്താ പറയുക, നമുക്ക് ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, സമാധാനമായിട്ട് അടിയും പിടിയും ഇല്ലാണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ജീവിക്കുന്ന പല ഗേൾസാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? നിങ്ങളുടെ വാല്യൂ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ ഒരാളൊരു ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പേടിക്കില്ല, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ 4ാമത്തെ മിസ്റ്റേക്കാണ് കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ വേറൊരാളെ കുറിച്ച് കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെന്താ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ നോക്കുമ്പോൾ അവളെന്ത് സുന്ദരിയാ, അവൾക്ക് എത്ര മുടിയാണ്, അവളെ ലൈഫ് എന്ത് ലൈഫാണ്, എന്ത് സന്തോഷമുള്ള ലൈഫാണ്, അയ്യോ എനിക്കില്ലല്ലോ, അയ്യോ എനിക്ക് അത്രയും മുടിയില്ലല്ലോ, അയ്യോ എനിക്ക് അത്ര സുന്ദരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യില്ലേ? നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നില്ലേ? പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റാണ്, ബിഗ് മിസ്റ്റേക്കാണ് അത്. നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മൾ യുണീക്കാണ് അല്ലേ? ഇപ്പോൾ എന്നെ പോലെ ആയിരിക്കില്ല നിങ്ങൾ ബിഹേവ് ചെയ്യുക, ഇപ്പോൾ അവരെ പോലെ ആയിരിക്കില്ല വേറൊരാൾ ബിഹേവ് ചെയ്യുക. സോ എല്ലാവരും ഒരു യുണീക്കാണ്, എല്ലാവരും ഒരു ഡിഫറെൻ്റ് ആണ്. അതാദ്യം മനസ്സിലാക്കാം. നമ്മളെങ്ങനെയാണോ നമ്മളങ്ങനെ ജീവിക്കുക, അല്ലാണ്ട് നമ്മൾ വേറൊരാളെ പോലെ ആവേണ്ട ഒരാവശ്യം ഇല്ല. ഓക്കെ, നമ്മളെങ്ങനെയാണോ നമ്മളതുപോലെ ജീവിക്കുക. 5ാമത്തെ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഡിസിഷൻ, റോങ് ടൈമിൽ നമ്മളെടുക്കുന്ന ഡിസിഷൻ. അതായത് നമ്മൾ കരഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ടായിരിക്കും ചില ഗേൾസ് ദേഷ്യത്തിൽ നമ്മൾ കരഞ്ഞു പോകും. അന്നേരം നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും. ഞാനിനി അവരോട് മിണ്ടില്ല, ഞാനിനി അവരോട് അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ സങ്കടത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കും. പക്ഷെ പലപ്പോഴും അത് ലാസ്റ്റ് എത്തിയിരിക്കുന്ന മണ്ടത്തരത്തിലാണ്, പൊട്ടത്തെറ്റിലേക്കാണ് അത് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, അതായത് നല്ല സന്തോഷം വരുന്ന സമയം അല്ലെങ്കിൽ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. പിന്നീട് ഒരിക്കലും നമ്മളെ വായി വിട്ട് വേറൊരാൾ പറയാൻ പാടില്ല. നമ്മൾ ദേഷ്യത്തിൽ പലതും വിളിച്ചു പറയും. പക്ഷേങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവരുടെ മനസ്സ് എത്രത്തോളം സങ്കടപ്പെടുന്ന അറിയോ? അതെ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം സങ്കടമാകും, എൻ്റെ മനസ്സ് അത് തകർന്നു പോകും. എൻ്റെ പിന്നെ ചെറിയ മനസ്സായതുകൊണ്ട് തകർന്നു പോകും. അതുകൊണ്ട് എന്താ പറയുക, നമ്മളങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ദേഷ്യത്തിൽ എന്തും പറയാമെന്നല്ല, അത് സൂക്ഷിച്ച് പറയുക. ചില വാക്കുകൾ അവരവരുടെ മനസ്സിൽ എന്താ പറയുക, അതങ്ങ് ഈ മുള്ളുകൊണ്ട് കുത്തി അല്ല ആണി കൊണ്ട് കുത്തുന്ന ആ ഒരു വേദനയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഓവർ തിങ്കിങ് ഉള്ള ഗേൾസിന് അത് 2, 3, 4, 5 പ്രാവശ്യം അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യും. അപ്പം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. റോങ് ടൈമിൽ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക, അതാണ് ബെറ്റർ. 6ാമത്തെ ബിഗ് പൊട്ടത്തരാണ്, മിസ്റ്റേക്കാണ് ഇൻഡിപെൻഡൻസ് ആവാണ്ടിരിക്കുക. അതായത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അച്ഛനും അമ്മയുമുണ്ട്, ഏട്ടനും ഏച്ചിയുമുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ ഭർത്താവുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും ചില ഗേൾസ്. ഞാനെന്തിന് പണിക്ക് പോകണം, എനിക്ക് ഇവരൊക്കെ ഇല്ലേ, എൻ്റെ ചിലവും എൻ്റെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ നോക്കിക്കോളും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എത്രത്തോളം അച്ഛനമ്മയ്ക്കും നോക്കാൻ പറ്റും നിങ്ങളെ? എത്രത്തോളം ഏട്ടനും ഏച്ചിക്കും നോക്കാൻ പറ്റും? അച്ഛനമ്മക്കും പ്രായമായിട്ട് വരുന്ന അല്ലേ? ഏട്ടനും ഏച്ചിക്ക് അവരുടേതായ ഒരു കുടുംബം ഉണ്ട്, അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ? എത്ര കാലം നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാൻ പറ്റും? അതുപോലെ തന്നെ പിന്നീട് അത് ഭർത്താവുള്ളതാണ് എൻ്റെ ധൈര്യം, എൻ്റെ കാര്യം എല്ലാം അയാൾ നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോഴേ ചില കാര്യങ്ങൾ നമ്മൾ ഭർത്താക്കന്മാരോട് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ലിപ്സ്റ്റിക്ക് നമ്മൾ വാങ്ങിക്കുന്നത് പോയാൽ പറയും, ഇതെന്തിനാ ലിപ്സ്റ്റിക്ക്, എത്ര പൈസ വേണോ നിനക്ക് ഇവിടെ ചുണ്ടിൽ തയ്ച്ച് ഇതാക്കാൻ, എനിക്ക് എൻ്റെ ഇത്രയും പൈസ ഞാൻ ചിലവാക്കൂല, നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ക്യാഷിന് വാങ്ങിച്ചോ, അങ്ങനെ ഒരു വർത്താനം പറയും. അന്നേരം നിങ്ങൾ വിചാരിക്കും, അയ്യോ എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് ഇയാളെ വർത്താനം ഇങ്ങനെ കേൾക്കണ്ടായിരുന്നല്ലോ, എനിക്ക് സ്വന്തമായിട്ട് ലിപ്സ്റ്റിക് വാങ്ങാം, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കാം, ഡ്രസ്സ് വാങ്ങാം, എന്തിന് എൻ്റെ അച്ഛനമ്മേനെയും എനിക്ക് നോക്കാം അല്ലേ? എനിക്കൊരു ജോലി, ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാളെ അടിമയായിട്ട് നമ്മൾ നിൽക്കണോ? അടിമ മീൻസ് എന്താ പറയുക, ഭർത്താവിനെ ഇട്ടിച്ച് പോകാം, അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മൾ ഒരാൾ ചിലവിൽ നിൽക്കുമ്പം എന്താ പറയുക, നമുക്ക് നമ്മളെ വാല്യൂ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുമ്പോൾ, കാരണം എത്രത്തോളം അവർക്കൊക്കെ നമ്മളെ സഹിക്കാൻ പറ്റും, അവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബാധ്യത പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ആവുക, നമുക്ക് നമ്മളെ കഴിയുന്നത്രത്തോളം ഒരു വരുമാനം നമുക്ക് പറ്റുന്നതോളം നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം ഡിപ്പെൻഡ് ചെയ്തേ നിൽക്കും. നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ, നമുക്ക് നമ്മുടേതായ ചിലവും കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വരും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും വരും. ആൾക്കാർ പറയും, ഈ കുട്ടിയുടെ ചിലവിലാണ് ഈ കുട്ടി സ്വന്തം കാര്യങ്ങൾ ഇതാക്കുന്നത്. അത്രയും അഭിമാനമല്ലേ അത് ശരിക്കും പറഞ്ഞാൽ. ഞാനങ്ങനെ കേട്ടോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വരുമാനം, ഞാൻ എന്താ പറയുക,
അഭിമാനിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഞാൻ അത് അഭിമാനിക്കുകയാണ്. എത്ര പേരുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. എത്രത്തോളം എങ്ങനെ ഇൻഡിപെൻഡൻസ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഓക്കെ. 7ാമത്തെ മിസ്റ്റേക്കാണ് എന്താ സെൽഫ് കെയർ ചെയ്യാതിരിക്കുക. നമ്മൾ പല ആൾക്കാർക്ക് വേണ്ടി ഓടി മക്കൾക്ക് വേണ്ടിയിട്ട് ഓടുന്നത്, പാരൻസിന് വേണ്ടി ഓടുന്നത്, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഓടുന്നത്, എല്ലാവർക്കും ഓടി സ്വന്തം ശരീരം കൂടി ശ്രമിക്കും. ഒരു തലവേദനയാണെങ്കിൽ പോലും തലവേദന അതൊരു ചായ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പണ്ട് നമ്മളെന്താ പണ്ടൊക്കെ നമ്മൾ സിഗരറ്റിന് വേണ്ടി എത്രത്തോളം സുന്ദരിയാകാൻ പറ്റുന്ന അത്രത്തോളം സുന്ദരിയാകാൻ ശ്രമിച്ചിട്ട്. പക്ഷേ ഇന്ന് പല ഗേൾസും അവർ കഴിഞ്ഞ രീതിയിൽ ഒന്നും വേണ്ട ചുതാനായിട്ട് ഷോൾ കിട്ടി പോകുന്നു വരുന്നു അവർക്കൊന്നും ആലോചിക്കേണ്ട മക്കളുടെ കാര്യം നോക്കുന്നു ഒന്നുമല്ല. പണ്ടെപ്പോഴും എവിടെ വിട്ടുപോയോ ആരോഗ്യം പോലെ ഇപ്പോൾ പല ഗേൾസും ജീവിക്കുന്നു. അല്ലെ ആണ് ഇത്ര ആൾക്കാരാണ് കേട്ടോ അവനെ എന്താ പറയുക ഇത്ര ആൾക്കാരുണ്ടാകും ജീവിക്കുന്നത്. പല ആഗ്രഹം പല രീതിയിലും പല എന്താ പറയുക സ്വന്തം ഇവിടെ എന്താ പറയുക ഒരു കുരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അത് പോക്കുന്ന റെമഡീസ് ആയിട്ട് തേച്ചവരായിരിക്കും. എന്താ പറയുക ഇത്രയും നമ്മൾ സ്കിന്നിന് കെയർ ചെയ്തിരിക്കുന്ന ജീവിക്കണം ഒരാൾ. പക്ഷേ ഇന്ന് അതിലൊക്കെ വേണ്ടി സ്വന്തം കാര്യം വേണ്ടി നമ്മളെ മുട്ടി കൂടുതൽ നമ്മുടെ ശരീരം നമ്മുടെ വേദനകൾ പോലും പറഞ്ഞിട്ട് കിട്ടാനൊക്കെ വേണ്ടി കൊടുക്കും പല ഗേൾസും ഉണ്ട്. അത് ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ്. എപ്പോഴെങ്കിലും നമ്മൾ ഒരു ദിവസം കുറച്ച് ഫ്രീ ടൈം നമുക്കായിട്ട് മാറ്റി വെക്കണം. ഞാനുണ്ടാകും ശരിയാണ്. പക്ഷേ ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് നമ്മളെ വേണ്ടിയിട്ട് ഫ്രീ ടൈം മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ചെയ്യണം. നമ്മൾ നോക്കാൻ പിന്നെ വേറെ ആൾ നോക്കൂ ഇല്ല, വേറെ കാര്യം പറ്റുമോ ഇല്ല, നമുക്കേ പറ്റുള്ളൂ നോക്കാൻ. നമ്മുടെ ജീവിതമല്ലേ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമ്മളെ നോക്കൂ, വേറെ ആൾ വന്നിട്ട് നോക്കില്ല. ഇതൊക്കെയാണ് മെയിൻ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്സ്. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ടേക്ക് വരാൻ നമ്മൾ ഒരേ സ്റ്റെപ്പ് നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വന്തം റിസ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ എത്തേ പറ്റുള്ളൂ. എന്താണെന്നറിയോ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആവുക. ഒരു പെൺകുട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എപ്പോൾ ആവുന്നോ അന്നേരമാണ് ശരിക്കുള്ള പവർ. അവളുടെ പവർ എന്ന് പറയുന്നത് സ്വന്തമായിട്ടും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവുന്നതാണ്. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് വാല്യൂ ആ നാട്ടിൽ നമുക്ക് അങ്ങനെയുള്ള വാല്യൂ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഇതിൽ പണ്ട് മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഇന്നാളെ മോളാണ്, ഇന്നാളെ പെങ്ങളാണ്, ഇന്നാളെ മോളാണ്, ഇന്നാളെ ഭർത്താവാണ് എന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. ശരിക്കും എന്നോട് ആരും മനസ്സിൽ നീ ഇവളല്ലേ, നീ ഇന്നയാളല്ലേ, എൻ്റെ പേര് ആരും എടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ പണ്ട് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും. നാട്ടിലിറങ്ങുമ്പോൾ എടാ നീ അവരെ മോളല്ലേ, നീ അവൻ്റെ ഭാര്യയല്ലേ അല്ലേ അങ്ങനെ ചോദിച്ചു. പക്ഷേ നമുക്ക് നമ്മുടെ കാലിൽ നിന്നാൽ ഒരു പക്ഷേ നമ്മളോട് വന്ന് ചോദിക്കും നീ അവിടെയുള്ള ആ ഓളല്ലേ, നീ അല്ലേ, എനിക്കറിയാം നിന്നെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എന്താ പറയുക, നമുക്ക് നമ്മുടെ തന്നെ ഒരു ട്രസ്റ്റാണ്, നമുക്ക് നമ്മളൊരു വാല്യൂ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കൂടും, സെൽഫ് റെസ്പെക്റ്റ് കൂടും. നമ്മളെ ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ആവും അല്ലേ. ഞാനിവിടെ വീട്ടിലിരുന്ന് ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങൾക്കും ഏൺ ചെയ്യാൻ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ തന്നെ ഏൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇൻഡിപെൻഡൻസ് ആകുന്നേ, സ്വന്തമായിട്ട് വരുമാനം അത് കണ്ടെത്തും. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടല്ലാണ്ട് വേറൊരാളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടോ, നമുക്ക് അത് ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ, ഫിനാൻഷ്യൽ വേണ്ടേ, പൈസ വേണ്ടേ കയ്യിൽ, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്രമാത്രം ചെയ്യണ്ടോ. എനിക്കിവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അന്നേരം ഞാൻ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ ഏൺ ചെയ്യാം, എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഏൺ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഒന്ന് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇത് ആരെങ്കിലും ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടാകും, ഇല്ലെങ്കിലും എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ 7 മിസ്റ്റേക്കുകളും ഒഴിവാക്കുക. നമ്മൾ സെൽഫ് റെസ്പെക്റ്റോടെ നമ്മൾ ജീവിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ സ്റ്റാർട്ട് എന്ന കമൻറ്റ് ഇട്ടാൽ ഞാൻ ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരാം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈഫ് ഹാക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.